ഇരട്ട വോട്ട് ആരോപണത്തിൽ പ്രതികരണവുമായി ടി സിദ്ദീഖ് എം.എൽ.എ. ബിജെപിക്ക് ആയുധം കൊടുക്കാനാണ് സിപിഎം ശ്രമമെന്ന് ടി സിദ്ദീഖ് ആരോപിച്ചു. കെ റഫീഖ് ബിജെപിയുടെ നാവാകുന്നത് അപമാനകരമാണ്. നിയമപരമായാണ് വോട്ട് കൽപ്പറ്റയിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകിയതെന്നും ടി സിദ്ദീഖ് വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. സിപിഎം വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖാണ് ടി സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ചത്. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലും കൽപ്പറ്റയിലെ ഓണിവയലിലും വോട്ടെന്നായിരുന്നു ആരോപണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുറത്തുവിട്ടാണ് റഫീഖ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കള്ളവോട്ട് ചേർക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് റഫീഖ് കുറ്റപ്പെടുത്തി. വിഷയത്തിൽ സിദ്ദീഖ് പ്രതികരിക്കണമെന്നും റഫീഖ് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലും തീവ്ര വോട്ട് പട്ടിക പരിഷ്കരണം വേണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജിയും വന്നിട്ടുണ്ട്. ബിജെപി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ആണ് ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം. നേതാവിന്റെ ഹർജി തിരഞ്ഞെടുപ്പിന്റെ വിശുദ്ധി നഷ്ടമാവാതിരിക്കാനാണ് ഇത്തരമൊരു ആവശ്യമെന്നാണ് അശ്വിനി കുമാർ ഉപാധ്യായ വിശദമാക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർ മാത്രം വോട്ടെടുപ്പിൽ ഭാഗമാവുന്നുവെന്ന് ഉറപ്പാക്കാൻ വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്നാണ് ആവശ്യം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നില്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടെയുള്ളവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുമെന്ന ആശങ്കയുണ്ടെന്നും അശ്വിനി കുമാർ ഉപാധ്യായ ഹർജിയിൽ വിശദമാക്കുന്നുണ്ട്.